യാത്രക്കാർക്ക് ഏറെ ഉപകാരമാകുന്ന നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്ത് റെയിൽവേ സ്റ്റേഷൻ പണിയാൻ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അനുമതി നൽകിയിട്ടും തുടർ നടപടിയെടുക്കാതെ സംസ്ഥാനത്തിന്റെ അനാസ്ഥ. സമീപത്തെ ലെവൽ ക്രോസ് അടയ്ക്കുന്നത് ബുദ്ധിമുട്ടാകുമെന്നും ടാക്സി തൊഴിലാളികൾക്ക് ജോലി നഷ്ടമാകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി ഫയൽ പൂഴ്ത്തിയത്. എന്നാൽ റെയിൽവേ ഓവർബ്രിഡ്ജ് വന്നതോടെ ലെവൽ ക്രോസ് പ്രശ്നം അവസാനിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. 2013 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സന്ദർശനം നടത്തിയ അന്നത്തെ റെയിൽവേ മന്ത്രി പവൻകുമാർ ബൻസലിന് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നെടുമ്പാശ്ശേരിയിൽ റെയിൽവേ സ്റ്റേഷൻ അനുവദിച്ചത്. തുടർ നടപടികൾ സ്വീകരിക്കുവാൻ ദക്ഷിണ റെയിൽവേ അധികൃതർ സംസ്ഥാന സർക്കാരിന് കത്ത് നൽകുകയും ചെയ്തു. റെയിൽവേ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകണമെങ്കിൽ സമീപത്തെ ലെവൽ ക്രോസ് അടക്കേണ്ടതുണ്ട്. എന്നാൽ ലെവൽ ക്രോസ് അടച്ചാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന പേരിലാണ് സംസ്ഥാന സർക്കാർ ഇതു സംബന്ധിച്ച ഫയൽ പൂഴ്ത്തിവെച്ചത്. എന്നാൽ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ന്യായം ഇപ്പോൾ വില പോവില്ല. ലെവൽ ക്രോസ് ക്ലോസ് ചെയ്യാൻ സംസ്ഥാന സർക്കാരിൻ്റെ റോഡിന് ലെവൽ ക്രോസ് കണ്ടീഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് അന്വേഷിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ഇപ്പോൾ പോയി കഴിഞ്ഞു. കാരണം അത് അന്ന് കൊടുത്ത റെയിൽവേയിൽ വന്ന ഒരു ആവശ്യമായിരുന്നു. ഇന്ന് അതിന്റെ തൊട്ടത് ഓവർബ്രിഡ്ജ് വന്നതിന്റെ പേരിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടായ കാര്യത്തിൽ ഉണ്ടാവില്ല. റെയിൽവേ സ്റ്റേഷന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാനോ പണം ചിലവാക്കാനോ സംസ്ഥാനം തയ്യാറാകേണ്ടതില്ല. സ്റ്റേഷൻ യാഥാർത്ഥ്യമാകാൻ ഇനി ജില്ലാ ഭരണാധികാരി കൂടിയായ കലക്ടറുടെ അനുമതി മാത്രം മതി. ഹജ്ജ് ക്യാമ്പ് നെടുമ്പാശ്ശേരിയിലേക്ക് മാറ്റിയതും കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങാൻ സാധ്യതയില്ലാത്തതും കാരണം ഇവിടേക്കുള്ള യാത്രക്കാരിൽ വർധനവുണ്ടാവുന്നതും റെയിൽവേ സ്റ്റേഷന് ആവശ്യമേറുകയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം ഒരു റെയിൽവേ സ്റ്റേഷന് കേന്ദ്രം പച്ചക്കൊടി കാട്ടിയിട്ടും സംസ്ഥാനത്ത് നിന്ന് ആരാണ് റെഡ് സിഗ്നൽ നൽകിയത്? നിസ്സാര കാരണങ്ങളുടെ പേരിൽ നടക്കാതെ പോയ റെയിൽവേ സ്റ്റേഷന് ചിറകുമുളപ്പിക്കേണ്ടതും ഇവർ തന്നെയാണ്. കോഴിക്കോട് നിന്നും ബി നസീബ്, റിപ്പോർട്ടർ.